ജനങ്ങളെ തൊട്ടറിഞ്ഞും ജനാഭിലാഷങ്ങൾ മനസ്സിലാക്കിയും പത്തനംതിട്ട ജില്ലയിലും മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം നടന്നു. നവകേരള നിർമ്മിതി സ്വപ്നമല്ലെന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. നിരവധി നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നേട്ടങ്ങൾ വിലയിരുത്തി ജനാഭിലാഷങ്ങൾ തേടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ നാം പറയുന്ന ലക്ഷ്യമിടുന്ന നവകേരളം അതൊരു സങ്കല്പമല്ല, അതാണ് നാം ആദ്യം കാണേണ്ടത്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ സമർപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ നടന്ന യോഗത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പേരാണ് പങ്കെടുത്തത്. ആമുഖ പ്രഭാഷണത്തിന് ശേഷം മുഖ്യമന്ത്രി ജനങ്ങളുടെ അഭിപ്രായം തേടി. ഓരോരുത്തരും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. നവകേരള സദസ്സിൽ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദനമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും സന്ദേശങ്ങളും ലോകമെങ്ങും പ്രചരിപ്പിച്ച മഹാനായ നിത്യനീതിയുടെ ജന്മസ്ഥലത്ത് ഒരു സ്മാരകവും അന്താരാഷ്ട്ര ഗവേഷണ പഠന കേന്ദ്രവും ഉണ്ടാകണമെന്നുള്ള ഒരു നിവേദനമാണ് ഞങ്ങൾ സമർപ്പിച്ചിരുന്നത്. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി രൂപയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ഞങ്ങളൊരു കൊടുത്ത ഒരു നിവേദനം അത് സാധാരണ രീതിയിൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അല്ലെ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാർ ഒരിക്കൽ പോലും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു നടപടിയാണ് ബഹുമാനായ പിണറായി വിജയൻ സഖാവിൽ നിന്ന് പുതുമാതൃക. അതെ 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 ഇതാണ് മാതൃക. ഇതേപോലെ തന്നെ മാതൃക ഭാവിയിലും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. സ്റ്റാർട്ടപ്പ് രംഗത്ത് ആക്ച്വലി കേരളം വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 6000-ഓളം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ പലതും നന്നായിട്ട് തന്നെ സ്കെയിലപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ഗ്ലോബൽ ആയിട്ടുള്ള കമ്പനികളായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇത്ര നിലത്തിൽ മികച്ച രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് ഹബ്ബായി കേരളത്തെ മാറ്റാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു ഭിന്നശേഷിക്കാരി കൂടി ആകുമ്പം നമുക്ക് ഏറ്റവും പ്രതീക്ഷകൾ തരുന്നൊരു വേദിയായിരുന്നു ഇതിപ്പം. നമ്മൾ പലപ്പോഴും സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നു, പക്ഷെ സർക്കാർ നമ്മളോട് സംസാരിക്കാൻ കൂട്ടാവുന്നില്ല. പലപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ പോലും ഭയക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രതീക്ഷയാണ്. ഞാൻ യുവ സംരംഭകയാണ്, വിദ്യാർത്ഥിയാണ്, ഭിന്നശേഷിക്കാരിയാണ്. അപ്പം ആ ഒരു 3 കാറ്റഗറിയിലും എന്നെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ജീവിതാനുഭവങ്ങളിലൂടെ ജനങ്ങൾ പിണറായി സർക്കാരിനെ വിലയിരുത്തുകയാണ്. ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി സശ്രദ്ധം കേട്ടു. ക്രിയാത്മക നിർദ്ദേശങ്ങൾക്ക് വിശദമായ മറുപടി നൽകി. പരിഗണിക്കപ്പെടേണ്ട നിർദ്ദേശങ്ങൾ സർക്കാർ ഗൗരവപൂർവ്വം സ്വീകരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. മന്ത്രിമാരായ KN ബാലഗോപാൽ, വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, MLA-മാരായ മാത്യു ടി തോമസ്, KU ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ജില്ലാ കളക്ടർ തുടങ്ങി ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.